ശൈത്വാൻ എന്ന് പറയുന്നത് അത് മനുഷ്യന്റെ വ്യക്തമായ ശത്രുവാണ്. അദുവ്വും മുബീൻ എന്നാണ് വിശുദ്ധമായ ഖുർആൻ ഇബ്ലീസിനെ കുറിച്ച് നമ്മോട് പറഞ്ഞു തരുന്നത്. ഖുർആനിൽ 9 തവണയാണ് ഇബ്ലീസിനെ പറ്റി അദുവ്വും മുബീൻ, മനുഷ്യന്റെ വ്യക്തമായ ശത്രു അത് ഇബ്ലീസ് ആണ്, അത് ശൈത്വാൻ ആണ് എന്ന് അല്ലാഹു തആല 9 തവണ ആവർത്തിച്ച് മനുഷ്യന്മാരോട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഖുർആനിന്റെ അത്ഭുതങ്ങളെ പറ്റി നമുക്കറിയാം. ഖുർആനിലെ ഓരോ വാക്കെടുത്ത് നമ്മൾ പരിശോധിച്ചാലും ആ ഒരു വാക്കിന് അല്ലാഹു തആല നൽകിയ അർത്ഥം, അതുപോലെ തന്നെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്ന വാക്കുകൾക്ക് അല്ലാഹു തആല നൽകുന്ന അർത്ഥം, ഖുർആനിൽ അങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ ശൈത്വാൻ എന്ന് പറയുന്ന ഒരു പദം തന്നെ വിശുദ്ധമായ ഖുർആനിൽ 88 തവണ വിശുദ്ധമായ ഖുർആനിൽ ശൈത്വാൻ എന്നൊരു പദം ഉപയോഗിച്ചിട്ടുണ്ട്. അതേ സമയത്ത് ശൈത്വാനിന്റെ നേരെ ഓപ്പോസിറ്റ് വരുന്ന മലക്കുകൾ എന്ന് പറയുന്ന ആ ഒരു പദവും വിശുദ്ധമായ ഖുർആനിൽ 88 തവണ തന്നെ അല്ലാഹു തആല ബാലൻസ് ചെയ്തിട്ടുണ്ടെന്നാണ്. അങ്ങനെ ഒരുപാട് വിശുദ്ധമായ ഖുർആനിന്റെ അത്ഭുതങ്ങൾ നമുക്ക് കാണാം. അതിൽ നന്മകളുടെ കാര്യങ്ങളിൽ, അതുപോലെ തന്നെ തിന്മകളുടെ കാര്യങ്ങൾ പറയുന്ന സമയത്ത് സയ്യിആത്തും അതുപോലെ തന്നെ തിന്മയെ പറ്റി പറയുന്ന ഒരു വാക്ക്, ആ വാക്ക് വിശുദ്ധമായ ഖുർആനിൽ 167 തവണ ആവർത്തിച്ചു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നന്മയെ പറ്റി പറയുന്ന വാക്കും വിശുദ്ധമായ ഖുർആനിൽ 167 തവണ തന്നെ ആവർത്തിച്ചു വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഒരുപാട് വിശുദ്ധമായ ഖുർആനിന്റെ അത്ഭുതങ്ങൾ, ന്യൂമറിക്കൽ മിറാക്കിൾ, വിശുദ്ധമായ ഖുർആനിന്റെ വാക്കുകളിലുള്ളൊരു ബാലൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സന്തുലിതാവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല നമ്മോട് വ്യക്തമായി ഓർമ്മപ്പെടുത്തുകയാണ് അദുവ്വുൻ മുബീൻ. ശൈത്വാൻ എന്ന് പറയുന്നത്, ഇബ്ലീസ് എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തമായ ശത്രുവാണ്. അതുകൊണ്ട് ആ ശത്രുവിനെ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് വിശുദ്ധമായ ഖുർആൻ. നാളെ ആഖിറത്തിൽ ചെല്ലുമ്പോൾ അവിടെയുള്ളൊരു രംഗം വിശുദ്ധമായ യാസീൻ സൂറത്തിലൂടെ അല്ലാഹു തആല നമുക്ക് വിശദീകരിച്ചു നൽകുന്നുണ്ട്. അവിടെ ജനങ്ങളെ എല്ലാം ഒരുമിച്ച് കൂട്ടും. ആദം നബി അലൈഹിസ്സലാം മുതൽ അവസാനത്തെ മനുഷ്യൻ വരെ ആ മഹ്ശറ വൻസഭയിൽ ഒരുമിച്ച് കൂടിയിട്ട് അവിടെ അല്ലാഹു തആല ഉപയോഗിക്കുന്ന ഒരു വാക്ക് സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. ജനങ്ങളെ എല്ലാവരെയും നോക്കിയിട്ട് അതിൽ നല്ല ആളുകളെ മാത്രം അല്ലാഹു തആല നന്മയുടെ ഭാഗത്തേക്ക് മാറ്റി നിർത്തുമെന്നാണ്. അതുപോലെ തന്നെ ചീത്ത പ്രവർത്തനങ്ങൾ ചെയ്തവരെ, അല്ലാഹു തആലയിൽ വിശ്വസിക്കാത്തവരെ അല്ലാഹു തആല തിന്മയുടെ ഭാഗത്തേക്കും മാറ്റി നിർത്തുമെന്നുള്ളതാണ്. വിശുദ്ധമായ ഖുർആൻ യാസീനിൽ പറയുന്നു, വംതാസു, അതിൽ മോശപ്പെട്ട ആളുകളെ നന്മയുടെ ആളുകളിൽ നിന്ന് മാറ്റി നിർത്താൻ മലക്കുകളോട് അല്ലാഹു തആല കൽപ്പിക്കുമെന്നുള്ളതാണ്. അതേ സമയത്ത് അതിന് തുടർന്ന് വരുന്ന ആയത്തിൽ അല്ലാഹു തആല മനുഷ്യന്മാരോട് പറയുന്നു, അലം അൽഹദ് ഇലൈക്കും യാ ബനി ആദമ അല്ലാ തഅബുദു ശൈത്താൻ ഇന്നഹു ലകും അദുവ്വുൻ മുബീൻ. ഓ ആദം സന്തതികളെ, യാ ബനി ആദം അല്ലാ തഅബുദു ശൈത്താൻ, നിങ്ങൾ ശൈത്താനിനെ ആരാധിക്കാൻ പാടില്ല, അഥവാ നിങ്ങൾ ശൈത്താന് വഴിപ്പെട്ട് ജീവിക്കാൻ പാടില്ല. അല്ലാ തഅബുദു ശൈത്താൻ ഇന്നഹു ലകും അദുവ്വുൻ മുബീൻ. നിങ്ങളോട് ഞാൻ അന്നേ പറഞ്ഞിട്ടില്ലേ? അല്ലാഹു തആല ഭൂമിയിൽ വെച്ച് മനുഷ്യന്മാർക്ക് പ്രവാചകന്മാർ മുഖേന നൽകിയ ഖുർആൻ, അതുപോലെ തന്നെ മറ്റു കിതാബുകൾ, അതിലൂടെ എല്ലാം അല്ലാഹു തആല വ്യക്തമായി അലം അൽഹദ് ഇലൈക്കും, നിങ്ങൾക്ക് ഞാൻ വ്യക്തമായി അറിയിച്ചു തന്നിരുന്നില്ലേ? മനുഷ്യന്മാരോട് യാ ബനി ആദം, ഓ ആദം സന്തതികളെ, നിങ്ങൾക്ക് ഞാൻ അന്നേ തന്നെ, അഥവാ ദുനിയാവിൽ വെച്ച് തന്നെ നിങ്ങൾക്ക് ഞാൻ അറിയിപ്പ് തന്നിരുന്നില്ലേ? ഇന്നഹു ലകും അദുവ്വുൻ മുബീൻ, ശൈത്താൻ എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തമായ ശത്രുവാണ്. അല്ലാ തഅബുദു ശൈത്താൻ, നിങ്ങൾ ശൈത്താനിനെ ആരാധിച്ചു പോകരുത് എന്ന് ദുനിയാവിൽ വെച്ച് തന്നെ ഞാൻ നിങ്ങൾക്ക് അറിയിപ്പ് തന്നിരുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് നന്മ ചെയ്ത ആളുകളെ അല്ലാഹു തആല സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം,
നിങ്ങൾക്ക് സദാ സംരക്ഷണമാണ് ഇവിടെയുള്ളത് എന്ന് പറഞ്ഞിട്ട്, നന്മയുടെ വാക്കുകൾ പറഞ്ഞിട്ട്, സലാമിന്റെ വാക്കുകൾ പറഞ്ഞിട്ട് അല്ലാഹു തആല നല്ല മനുഷ്യന്മാരെ മാറ്റി നിർത്തുകയും അതേസമയം ചീത്ത പ്രവർത്തനങ്ങൾ ചെയ്ത തിന്മയുടെ ആളുകളെ അല്ലാഹു തആല നിന്യരാക്കുകയും ചെയ്യുന്ന ഒരു സംഭവം വിശുദ്ധമായ ഖുർആൻ ആഖിറത്തിൽ വരുമെന്ന് പറഞ്ഞിട്ട് വിശദീകരിക്കുന്ന സ്ഥലത്ത് അല്ലാഹു തആല നമ്മോട് പറഞ്ഞു, ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ. ശൈത്താൻ നിങ്ങളുടെ വ്യക്തമായ ശത്രുവാണ്. ആ ശൈത്താനിനെ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? ആരാധിക്കാൻ പാടില്ല എന്ന് വിശുദ്ധമായ ഖുർആൻ നമ്മോട് പറയുകയാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ്, ആ ഹദീസിൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ ഖറഅ ഇബ്നു ആദമ സജദ ഫസജദ ഇൽതസല അശ്ശൈത്താനു യബ്കാ. ലഅനത്താക്കപ്പെട്ട ശൈത്താൻ, അല്ലാഹു തആല ആട്ടിയോടിക്കപ്പെട്ട ആ ശൈത്താൻ കരയുമെന്നാണ്. ശൈത്താൻ കരയും. എന്തുകൊണ്ട്? അള്ളാഹുവിന്റെ അടിമയാകുന്ന ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുമ്പോൾ, പള്ളിയിൽ അള്ളാഹുവിന്റെ അടിമയാകുന്ന മനുഷ്യൻ സുജൂദ് ചെയ്യുന്ന സമയത്ത് ആ ശൈത്താൻ പൊട്ടി കരയുമെന്നാണ്. കാരണം വിശദീകരിക്കുന്നിടത്ത് കാണാം, അല്ലാഹു തആല ശൈത്താനിനെ സ്വർഗത്തിൽ നിന്ന് ആട്ടിയോടിക്കുന്ന സമയത്ത് ശൈത്താൻ അള്ളാഹുവിനോടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. എന്റെ റബ്ബാകുന്ന അള്ളാഹുവേ, എന്റെ അള്ളാഹ്, നിന്നോട് ഞാനൊരു വാക്ക് പറയുകയാണ്. ആദം നബി അലൈഹിസ്സലാം മുതൽ അവസാനം വരുന്ന ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ അതിൽ വരുന്ന എല്ലാ മനുഷ്യന്മാരെയും പിഴപ്പിക്കാൻ ഞാൻ ശ്രമിക്കുമെന്ന് ഈ ലഅനത്താക്കപ്പെട്ട ശൈത്താൻ അള്ളാഹുവിനോട് വാക്ക് പറഞ്ഞിട്ടാണ് ഇറങ്ങുന്നത്. അതേ സമയത്ത് ഭൂമിയിൽ വെച്ച് മുഅ്മിനീങ്ങളായ ആളുകൾ അള്ളാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്നത് കാണുമ്പോ ശൈത്താൻ വിഷമിച്ചിട്ട്, ശൈത്താൻ അവനെ പിഴപ്പിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് വിഷമിച്ചുകൊണ്ട് കരയുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കണം. അപ്പോ ശൈത്താനിന്റെ പ്രവർത്തനങ്ങൾ, അവൻ നമ്മെ തിന്മയിലേക്ക് സദാസമയം ക്ഷണിച്ചു കൊണ്ടിരിക്കുമ്പോ നാം അതിൽ നിന്നെല്ലാം മാറിക്കൊണ്ട് നന്മയുടെ ഭാഗത്തേക്ക്, എവിടെയാണോ നന്മയുള്ളത്, എവിടെയാണോ നല്ലതുള്ളത്, അതിലേക്ക് മാറി ചിന്തിക്കാൻ ഒരു മനുഷ്യന് സാധിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് ശൈത്താനിനെ അതിജീവിക്കാനുള്ള ഒരു ശക്തി അല്ലാഹു തആല നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ ശൈത്താനിനെ ആരാധിക്കാൻ പാടില്ല. ശൈത്താൻ പറയുന്ന വഴി, അല്ലെങ്കിൽ ശൈത്താൻ കാണിച്ചു തരുന്ന ഒരു റൂട്ട്, അതിലൂടെ നമ്മൾ സഞ്ചരിക്കാൻ പാടില്ല. ശൈത്താൻ വിലപിക്കുന്ന, ശൈത്താൻ ആർത്ത് അട്ടഹസിച്ച് കരയുന്ന 4 സന്ദർഭങ്ങളുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. റന്ന ഇബ്ലീസു അർബഅ റന്നാത്ത്. ഇബ്ലീസ് അട്ടഹസിച്ചുകൊണ്ട് പൊട്ടി ആർത്ത് വിളിച്ചുകൊണ്ട് കരഞ്ഞ 4 സന്ദർഭങ്ങളുണ്ട്. ആ 4 സന്ദർഭങ്ങളിൽ ചിലത് മാത്രം വിശദീകരിക്കാൻ ഇൻഷാ അല്ലാഹ് സമയം അനുവദിക്കുന്നതിനനുസരിച്ച് നമുക്ക് പറയാം. ഹീന ലുഇന, അല്ലാഹു തആല ശൈത്താനിനെ ശപിച്ച സമയത്ത്, അല്ലാഹു തആല ശൈത്താനിനെ ശപിച്ച സമയത്ത് ശൈത്താൻ പൊട്ടി കരഞ്ഞുവെന്നാണ്. കാരണം മലക്കുകളെക്കാൾ പവറുള്ള, മലക്കുകളെക്കാൾ അധികാരമുള്ള, മലക്കുകൾക്ക് ക്ലാസ് എടുത്തു കൊടുത്തിരുന്ന, മലക്കുകൾക്ക് ഇൽമ പറഞ്ഞു കൊടുത്തിരുന്ന ശൈത്താൻ, ആ ശൈത്താനിന്റെ അഹങ്കാരം കൊണ്ട്, ശൈത്താനിന്റെ ഹുങ്ക് കൊണ്ട്, അവന്റെ ഹൃദയത്തിൽ വന്ന അഹങ്കാരത്തിന്റെ ആ തിരിനാളം കൊണ്ട് അല്ലാഹു തആല ശൈത്താനിനെ ഇറക്കി വിടുകയാണ്. അതേപോലെ തന്നെ ശപിക്കുകയാണ്. ശൈത്താനിനെ അല്ലാഹു തആല ശപിച്ച സമയത്ത് ശൈത്താൻ പൊട്ടി കരഞ്ഞുവെന്നാണ്. രണ്ടാമത്തെ സന്ദർഭം വഹീന ഉഹ്ബിത മിനൽ ജന്ന, ശൈത്താനിനെ അല്ലാഹു തആല സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കുന്ന ഒരു സംഭവം കാണാം. വിശുദ്ധമായ ഖുർആൻ അതിൽ പറയുന്നുണ്ട്, ഖാല ഫഉഹ്ബിത മിൻഹാ ഫമാ യകൂനു ലക അൻ തതകബ്ബറ ഫീഹാ. ശൈത്താനോട് അല്ലാഹു തആല പറഞ്ഞു, നീ ഈ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി പോകണം. കാരണം നിനക്ക് ഇവിടെ അഹങ്കരിക്കാൻ സാധ്യമല്ല, നിനക്ക് ഇവിടെ അഹങ്കരിക്കാൻ യാതൊരു അവകാശവുമില്ല. നീ ഈ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി പോകണമെന്ന് ഖാല ഫഉഹ്ബിത മിൻഹാ. വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു തആല പറയുന്നു, അല്ലാഹു തആല ശൈത്താനിനോട് പറഞ്ഞു, ഇബ്ലീസിനോട് പറഞ്ഞു, നീ ഈ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി പോകണം,
നിനക്ക് യാതൊരു സ്ഥാനവും ഇവിടെ ഇല്ല. ഫഖ്റുജ് ഫഇന്നക മിനസ് സാഗിരീൻ, നീ തീർച്ചയായും നിന്യരുടെ കൂട്ടത്തിൽപ്പെട്ടവനാണ്. അതായത് ഉസ്താദായ മലക്കുകൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന മലക്കുകളുടെ ഉസ്താദായ ഇബ്ലീസിനെ അല്ലാഹു തആല ഏറ്റവും നിന്യതയിലേക്ക് താഴ്ത്തിക്കൊണ്ട് സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുന്ന സമയത്ത് ശൈത്താൻ എന്തു ചെയ്തുവെന്നോ ആ ശൈത്താൻ പൊട്ടി കരഞ്ഞുവെന്നാ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു തആല അവിടെ പറഞ്ഞ കാരണം ശൈത്താൻ അഹങ്കരിച്ചു എന്നാ. ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ അഹങ്കാരത്തിന്റെ ലാളന, എനിക്ക് ഇത്ര സമ്പത്തുണ്ട്, എനിക്ക് ഇത്ര ആരോഗ്യമുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇത്ര പൊസിഷനിലാണ്, ഞാൻ ഇത്ര ഉന്നതിയിലാണ് എന്നൊരു മനുഷ്യൻ അവന്റെ മനസ്സിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ, അഹങ്കാരത്തിന്റെ ചെറിയൊരു കടുകമണി തൂക്കം അഹങ്കാരം ഒരാളുടെ മനസ്സിൽ ഉണ്ട് എങ്കിൽ അല്ലാഹു തആല അവരെ നിന്യതയിലേക്ക് താഴ്ത്തിക്കളയുമെന്നാണ്. അതേ സമയത്ത് ഞാനൊന്നുമല്ല, ഞാൻ എത്ര പഠിപ്പുള്ളവനായാലും ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ്, അല്ലാഹു തആല എനിക്ക് എത്ര സമ്പത്ത് തന്നാലും ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ്, ആ ഒരു വിനയം അല്ലെങ്കിൽ അള്ളാഹുവിനോടുള്ള ഒരു താഴ്മ കാണിക്കൽ, അള്ളാഹുവിന്റെ അടിമകളോട്, നമ്മുടെ കൂടെ നടക്കുന്ന മനുഷ്യന്മാരോട്, നമ്മുടെ കൂടെയുള്ള സഹപാഠികളോട്, നമ്മുടെ കൂടെയുള്ള ആളുകളോട് ഒരു വിനയം കാണിക്കാനുള്ള ഒരു മനസ്സ് അത് നമുക്കുണ്ടെങ്കിൽ അല്ലാഹു തആല എത്രയും നമ്മെ ഉയർത്തുമെന്നാണ്. അതേ സമയത്ത് നമ്മുടെ ഹൃദയത്തിൽ ഞാൻ വലിയവനാണ് എന്നൊരു ചിന്ത വന്നു കഴിഞ്ഞാൽ വിശുദ്ധമായ ഖുർആനിന്റെ ഈ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് ഒരുപാട് മുഫസ്സിരീങ്ങൾ പറയുന്നത് കാണാം, ഒരുപാട് തഫ്സീർ രചയിതാക്കൾ പറയുന്നത് കാണാം. അവർ പറയുന്നു അല്ലാഹു തആല അഹങ്കാരികളെ അടിവരെ താഴ്ത്തിക്കളയുമെന്നാണ്. ഭൂമിയിലേക്ക് അഹങ്കാരികളെ അല്ലാഹു തആല താഴ്ത്തിക്കളയുമെന്ന് ഈ ഒരു ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറയുന്നത് കാണാം. മറ്റൊന്ന്, മൂന്നാമതായിട്ട് ശൈത്താൻ ഇബ്ലീസ് ആർത്ത് വിളിച്ച് കരഞ്ഞ ഒരു സന്ദർഭം എന്ന് പറയുന്നത് വഹീന ഉലിദ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച സമയത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഭൂമിയിലേക്ക് ഭൂജാതനായ സമയത്ത് ശൈത്താൻ പൊട്ടി ആർത്തട്ടഹസിച്ച് ആർത്ത് നിലവിളിച്ച് കരഞ്ഞുവെന്നാണ്. കാരണം എന്തെന്നറിയുമോ? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഭൂമിയിലേക്ക് വന്നപ്പോ അവിടെയുണ്ടായിരുന്ന ബിംബങ്ങളെല്ലാം തലകുത്തനെ മറിഞ്ഞു വീണുവെന്നാണ്. ശൈത്താനിന്റെ എല്ലാ പിഴപ്പിക്കലുകളും അവിടെ അവസാനിക്കാൻ പോവുകയാണെന്ന് ശൈത്താനിനെ മനസ്സിലായിട്ട് ഇബ്ലീസ് അങ്ങനെ പൊട്ടി കരഞ്ഞുവെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. കാരണം അവസാന നാൾ വരെയുള്ള മനുഷ്യന്മാരെ പിഴപ്പിക്കാൻ ശപഥം ചെയ്തിട്ട് അള്ളാഹുവിനോട് വെല്ലുവിളിച്ച് സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഇബ്ലീസ് ഈ ഭൂമിയിൽ ഇങ്ങനെ വിഹരിച്ചു കൊണ്ടിരിക്കുമ്പോ അന്ത്യനാൾ വരെയുള്ള മുഅ്മിനീങ്ങൾക്ക് ആകമാനം വിശുദ്ധമായ ഖുർആനും കൊണ്ട് അള്ളാഹുവിന്റെ റസൂല് വന്നപ്പോ വിശുദ്ധമായ ഖുർആനിന്റെ ആദ്യത്തെ വഹി സന്ദേശം ഹിറാ ഗുഹയിൽ ജിബ്രീൽ മുഖാന്തരം അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഓതി കൊടുത്തപ്പോ ആ സമയത്തും ശൈത്താൻ ഇങ്ങനെ വാവിട്ട് പൊട്ടി കരഞ്ഞുവെന്ന കാരണം ഈ ഖുർആന് കൊണ്ട്, ഈ ഖുർആൻ വിശ്വസിക്കുന്നത് കൊണ്ട്, ഈ ഖുർആൻ മനസ്സിലാക്കുന്നത് കൊണ്ട് എന്റെ പിഴപ്പിക്കലുകൾ ഏക്കാതെ വരുമെന്ന്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കുന്ന എന്റെ ഉപദേശങ്ങൾ മനുഷ്യന്മാർ സ്വീകരിക്കാതെ വരുമെന്ന്, വിശുദ്ധമായ ഖുർആൻ മനസ്സിലാക്കുന്ന മനുഷ്യർ നേർവഴിയിലേക്ക് സഞ്ചരിച്ചു പോകുമെന്ന് ശൈത്താൻ ഭയപ്പെട്ടുകൊണ്ട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ജനിച്ച സമയത്ത് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അവനിങ്ങനെ പൊട്ടി കരഞ്ഞുവെന്നാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഭൂമിയിലേക്ക് വന്ന മാസം റബീഉൽ അവ്വൽ എന്ന ആ മാസം നമ്മിലേക്ക് അടുത്ത ആഴ്ചയോടുകൂടെ കടന്നു വരികയാണ്. അല്ലാഹു തആല റബീഉൽ അവ്വൽ ആദരിക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവിടുത്തെ ജന്മദിനത്തിൽ സന്തോഷിക്കാനും അവിടുത്തെ ഒരുപാട് മദ്ഹുകൾ പാടി പറയാനും അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനത്തിൽ സന്തോഷിക്കാൻ, അവിടുന്ന് ഈ ഭൂമി ലോകത്തേക്ക് വന്ന ആ ദിവസത്തിൽ സന്തോഷിക്കാൻ, അല്ലെങ്കിൽ ആ മാസത്തിൽ സന്തോഷിക്കാൻ വിശുദ്ധമായ ഖുർആൻ തന്നെ നമ്മോട് പറയുന്നുണ്ട്. വിശുദ്ധമായ ഖുർആൻ യൂനുസ് സൂറത്തിലെ
ആയത്ത് 58-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല മനുഷ്യന്മാരോട് പറയുന്നു, ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹു. അല്ലാഹുവിന്റെ ഔദാര്യം കൊണ്ട്, അല്ലാഹുവിന്റെ കാരുണ്യം ലഭിച്ചത് കൊണ്ട്, അല്ലാഹുവിന്റെ കാരുണ്യം ലഭിച്ചതിൽ നിങ്ങൾ സന്തോഷിക്കുക. അല്ലാഹുവിന്റെ കാരുണ്യം കൊണ്ട് നിങ്ങൾ സന്തോഷിക്കണം. അല്ലാഹുവിന്റെ കാരുണ്യം നിങ്ങൾക്ക് ലഭിച്ചത് കൊണ്ട് നിങ്ങൾ വല്ലാത്ത സന്തോഷം രേഖപ്പെടുത്തണമെന്ന് വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്. അതുപോലെ തന്നെ വിശുദ്ധമായ ഖുർആൻ മറ്റൊരിടത്ത് പറയുകയാണ്, വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. ഈ പ്രപഞ്ചമാകമാനം റഹ്മത്തായിട്ടല്ലാതെ, ഈ പ്രപഞ്ചമാകമാനം കാരുണ്യമായിട്ടല്ലാതെ അല്ലാഹുവിന്റെ റസൂലെ അങ്ങയെ നാം അയച്ചിട്ടില്ലല്ലോ എന്ന് വിശുദ്ധമായ ഖുർആൻ എടുത്തു പറയുമ്പോൾ ആ റഹ്മത്ത് കൊണ്ട്, ആ കാരുണ്യം കൊണ്ട് സന്തോഷിക്കാൻ അല്ലാഹു തആല നമ്മോട് ഓർമ്മപ്പെടുത്തുകയാണ്. ആ ഒരു മാസമാണ് നമ്മിലേക്ക് കടന്നു വരുന്നത്. മഹാനായ സുയൂത്തി ഇമാം അടങ്ങുന്ന പണ്ഡിതന്മാർ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, ഈ റബീഉൽ അവ്വൽ ആദരിക്കാൻ, അള്ളാഹുവിന്റെ റസൂലിന്റെ ജന്മദിനം ആഘോഷിക്കാൻ പറ്റിയ വിശുദ്ധമായ ഖുർആനിലെ തെളിവാണ് ഈ ഒരു ഹദീസ് എന്ന് മഹാനായ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു എടുത്തു പറയുന്നതായിട്ട് കാണാൻ പറ്റും. സ്വഹീഹായ ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തം ജന്മദിനത്തിന് നൽകിയൊരു പ്രാധാന്യത്തെ പറ്റി പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തിങ്കളാഴ്ച ദിവസത്തിലെ നോമ്പിനെ പറ്റി ചോദിച്ചു. എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പ് നോൽക്കൽ സുന്നത്തുണ്ട്. അപ്പൊ ഒരു സ്വഹാബി ചോദിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, യാ റസൂലല്ലാഹ്, തിങ്കളാഴ്ച ദിവസം നോമ്പെടുക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്താണ് അതിന്റെ പ്രത്യേകത? ആ സമയത്ത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ദാക യൗമുൻ വുലിദ്തു ഫീ. ഞാൻ തിങ്കളാഴ്ച ദിവസമാണ് ജനിച്ചത്. വയൗമ ബുഇസ്തു. ആ തിങ്കളാഴ്ച ദിവസത്തിൽ തന്നെയാണ് അല്ലാഹു തആല എനിക്ക് ഖുർആൻ ഇറക്കി തന്നിട്ടുമുള്ളത്. അതുകൊണ്ട് ആ ദിവസത്തിൽ സന്തോഷത്തിന്റെ സൂചകമായിട്ട് നിങ്ങൾ നോമ്പ് നോൽക്കണമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പൊ തിങ്കളാഴ്ച ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ദിവസമാണ്. ആ ദിവസത്തിൽ സന്തോഷിക്കാൻ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതേ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തിൽ സന്തോഷിച്ച ഒരു മനുഷ്യന് കിട്ടിയ വലിയ ഒരു മഹത്വത്തെ കുറിച്ച് വിശുദ്ധമായ ഹദീസിൽ കാണാൻ പറ്റും. വിശുദ്ധമായ ഖുർആനിന്റെ നേർ വിശദീകരണമാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ വാക്കുകൾ. അള്ളാഹുവിന്റെ റസൂലിന്റെ വാക്കുകളെയാണ് നാം ഹദീസുകൾ എന്ന് പറയുന്നത്. ഖുർആനിൽ നമ്മൾ നേരിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു സംഗതി എടുത്തു പറയാൻ നമുക്ക് പ്രയാസമാണ്. ഖുർആനിന്റെ ആയത്ത് അർത്ഥം വെച്ച് അതിൽ എന്താണ് ഉൾക്കൊണ്ടിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വലിയ പ്രയാസമാണ്. അത് വിശദീകരിക്കാനാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസുകളെ നാം ഉപയോഗിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കുകളെയാണ്, അവിടുന്ന് പഠിപ്പിച്ചു തന്ന പ്രവർത്തികൾ, അല്ലെങ്കിൽ അവിടുന്ന് പറഞ്ഞു തന്നിട്ടുള്ള വാക്കുകൾ, അതിനെയാണ് നമ്മൾ ഹദീസ് എന്ന് പറയുന്നത്. അപ്പൊ ഖുർആനിന്റെ നേർ വിശദീകരണത്തെയാണ്, എക്സ്പ്ലനേഷനെയാണ് ഹദീസ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഹദീസിന് സ്വഹീഹുൽ ബുഖാരി എന്ന കിതാബ്, ആ കിതാബ് ഖുർആൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അംഗീകരിക്കപ്പെടുന്ന ഒരു കിതാബാണ്. കാരണം ഏറ്റവും സ്വഹീഹായി വന്നിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കുകൾ, അതിൽ പലരും കലർപ്പ് ചാർത്താൻ സാധ്യതയുണ്ട്. അങ്ങനെ കലർപ്പുകളെല്ലാം ഒഴിവാക്കിയിട്ട് ഏറ്റവും സ്വഹീഹായ, സ്വീകാര്യമായ, ഏറ്റവും സ്വീകരിക്കാൻ പറ്റുന്ന ഹദീസുകൾ ബുഖാരി ഇമാം കോർത്തെടുത്തിട്ടുണ്ട്. അതിനെയാണ് സ്വഹീഹുൽ ബുഖാരി എന്ന് പറയുന്നത്. ആ സ്വഹീഹുൽ ബുഖാരിയിൽ വന്ന ഹദീസ്, ഒരു സംഭവമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃവനായ അബൂ ലഹബ്, നമ്മുടെ തബ്ബത് യദാ അബീ ലഹബിൻ വ തബ്ബ്, ശൈത്താൻ വിശുദ്ധമായ ഖുർആൻ തന്നെ ശപിച്ച ആ ശാപമേൽക്കപ്പെട്ട അബൂ ലഹബ് ഉണ്ടല്ലോ, ആ അബൂ ലഹബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃവ്യനാ. ആ പിതൃവ്യനായ കൊച്ചാപ്പയായ അബൂ ലഹബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തേക്ക് വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആമിന ബീവി ജന്മം നൽകിയിട്ടുണ്ട് എന്നൊരു സന്തോഷ വാർത്തയുമായിട്ട് അബൂ ലഹബിന്റെ അടുക്കലേക്ക് സുഹൈബ എന്ന് പറയുന്ന ഒരു ചെറിയ അടിമപ്പെണ്ണ് ഓടി വരികയാണ്. അങ്ങനെ ഓടി വന്നിട്ട് പറഞ്ഞു, അബൂ ലഹബ് യജമാന, അങ്ങയുടെ
അങ്ങയുടെ ആമിന ബീവിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു കുഞ്ഞ് പിറന്നിട്ടുണ്ട് എന്ന് സന്തോഷ വാർത്ത അറിയിക്കുന്ന സമയത്ത് അബൂ ലഹബ് എന്ത് ചെയ്തെന്നോ? വലിയ സന്തോഷം കൊണ്ട്, വലിയ ആനന്ദം കൊണ്ട് ഈ അടിമ പെണ്ണിനോട് പറഞ്ഞു വന്ന, നീ ഇന്ന് മുതൽ എന്റെ അടിമയല്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ആ സന്തോഷം എന്നെ അറിയിച്ചത് കൊണ്ട് നിന്നെ ഞാൻ ഇന്ന് സ്വതന്ത്രയാക്കുകയാണ്. നീ ഇന്ന് മുതൽ എനിക്ക് വേണ്ടി അടിമപ്പണി ചെയ്യേണ്ടവളല്ല എന്ന് പറഞ്ഞിട്ട് ഈ അടിമ സ്ത്രീയെ എന്ത് ചെയ്തു? അബൂ ലഹബ് വെറുതെ വിട്ടുവെന്നാണ്. ആ ഒരു സംഭവം സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തിൽ സന്തോഷിച്ചതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അത്രയേറെ പിൽക്കാലത്ത് ആക്ഷേപിച്ച, വിശുദ്ധമായ ഖുർആൻ തന്നെ ശപിച്ച അബൂ ലഹബ് അബൂ ലഹബിന് സ്വർഗത്തിൽ തിങ്കളാഴ്ച ദിവസത്തിൽ നരകത്തിന്റെ ശിക്ഷയെല്ലാം കിട്ടുന്നതോടുകൂടെ തിങ്കളാഴ്ച ദിവസം നരകത്തിന്റെ ശിക്ഷയ്ക്കൊരു ഇളവ് നൽകിയെന്നാണ്. നരകത്തിൽ തീയിനെ കൊണ്ട് നരകത്തിൽ ഈ അബൂ ലഹബ് ശിക്ഷിക്കപ്പെടുന്ന സമയത്ത് തിങ്കളാഴ്ച ദിവസം മാത്രം അബൂ ലഹബിന് എന്ത് കിട്ടും? നല്ല വെള്ളം കിട്ടുമെന്നാണ്. കാരണമായി പറയുന്നത് ആ തിങ്കളാഴ്ച ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ദിവസമാണ്. ആ ദിവസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചു എന്ന സന്തോഷ വാർത്ത അറിയിച്ചത് കൊണ്ട് ആ നബി തങ്ങളുടെ സന്തോഷത്തിൽ വലിയ ആനന്ദം കൊണ്ടുകൊണ്ട് ഒരു അടിമ സ്ത്രീയെ അദ്ദേഹം മോചിപ്പിച്ചു എന്ന ഒരു സൽക്കർമ്മം ചെയ്തു. അതുകൊണ്ട് അബൂ ലഹബിന് തിങ്കളാഴ്ച ദിവസം നരകത്തിൽ നല്ല കൂൾ ഡ്രിങ്ക്സ് കിട്ടുമെന്നാണ്, നല്ല പാനീയം കിട്ടുമെന്നാണ്. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം എന്ന് പറയുന്നത് എല്ലാ ലോകങ്ങളും പ്രപഞ്ചമാകമാനം സന്തോഷം കൊണ്ട് ആനന്ദിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് ആ ആനന്ദത്തിലും ആ ഒരു സന്തോഷത്തിലും പങ്കുകൊള്ളാൻ നമുക്കാകണം. അതുപോലെ തന്നെ നമ്മുടെ മഹല്ലിനാകണം. ഈ മുഅ്മിനീങ്ങളായ മനുഷ്യന്മാരാകുന്ന, അള്ളാഹുവിന്റെ അടിമകളാകുന്ന, അള്ളാഹുവിന്റെ ഇഷ്ടക്കാരാകുന്ന നമുക്ക് അള്ളാഹുവിന്റെ റസൂലിന്റെ ജന്മദിനത്തിൽ സന്തോഷിക്കാൻ കഴിയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച സമയത്ത് പൊട്ടി കരഞ്ഞവനാരാണ്? നമ്മൾ പറഞ്ഞു, അത് ഇബ്ലീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച സമയത്ത് കരയുന്നവൻ ഇബ്ലീസാണ്. അതേ സമയത്ത് സന്തോഷിക്കുന്നവർ, അവൻ എത്ര മോശപ്പെട്ട വ്യക്തിയാണെങ്കിലും അള്ളാഹുവിന്റെ അടുക്കൽ അവന് വലിയൊരു പരിഗണനയുണ്ട് എന്ന് അബൂ ലഹബിന്റെ ചരിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നതാണ്. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മൾ വലിയ രീതിയിൽ, വളരെ വിപുലമായ രീതിയിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം അടുത്ത ആഴ്ച നമ്മിലേക്ക് കടന്നു വരുമ്പോൾ അതിനെ വലിയ രീതിയിൽ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം. ഒരുപാട് മൗലിദുകൾ ചൊല്ലിക്കൊണ്ട്, ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട്, ഒരുപാട് നന്മകൾ, ഭക്ഷണപാനീയ വിതരണങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ ജന്മദിനത്തിൽ സന്തോഷിക്കാൻ നമുക്ക് സാധിക്കണം. കാരണം ഏറ്റവും വെറുപ്പുള്ള കാര്യം, ശൈത്താനിന് ഏറ്റവും വെറുപ്പുള്ള കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തേക്ക് കടന്നു വന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ശൈത്താനിനെ നമുക്ക് നിരാശപ്പെടുത്താൻ സാധിക്കണം. കാരണം വിശുദ്ധമായ ഖുർആൻ പറഞ്ഞല്ലോ, ഇന്നഹു ലകും അദുവ്വുൻ മുബീൻ, ശൈത്താൻ നിങ്ങളുടെ വ്യക്തമായ ശത്രുവാണ്. ആ ശത്രുവിനെ പരാജയപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അള്ളാഹുവിന്റെ റസൂലിന്റെ ജന്മദിനത്തിൽ സന്തോഷിക്കാൻ നമ്മുടെ മഹല്ല് ഒരുങ്ങുകയാണ്. അതിലേക്ക് നിങ്ങളുടേതായ എല്ലാവിധ സഹകരണങ്ങളും, സാമ്പത്തികമായി കഴിയുന്നവർ വലിയ രീതിയിൽ തന്നെ അതിന്റെ ഫണ്ടിലേക്ക് സംഭാവനകൾ നൽകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് വലിയ വിപുലമായ പരിപാടികൾ നമ്മൾ ആവിഷ്കരിക്കുന്നുണ്ട്. ആ പരിപാടികളിൽ എല്ലാവരുടെ സഹകരണങ്ങൾ ഉണ്ടാകണം. വെള്ളിയാഴ്ച വരുന്ന സമയത്ത് നിങ്ങൾ അതിന്റെ സംഭാവനകൾ കൊണ്ടുവരികയാണെങ്കിൽ മഹലിന്റെ കമ്മിറ്റിയിൽപ്പെട്ട അതിന്റെ അംഗങ്ങൾ അവിടെ കളക്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നുണ്ടാകും. അള്ളാഹുവിന്റെ റസൂലിന്റെ ജന്മദിനത്തിൽ ഞാൻ സന്തോഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നൊരു നിയത്തോടുകൂടെ വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ എന്തു ചെയ്യണം? വലിയ വലിയ സംഖ്യകൾ അള്ളാഹുവിന്റെ റസൂലിന്റെ ജന്മദിനത്തിലേക്ക് സംഭാവനകൾ നടത്തണം. ഒരിക്കലും നമ്മൾ നടത്തുന്ന സംഭാവനകൾ, ഒരിക്കലും അള്ളാഹുവിന്റെ റസൂലിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന പണം അള്ളാഹു തആല വെറുതെയാക്കുകയില്ല. നാളെ ആഖിറത്തിലും ഈ ദുനിയാവിലും അള്ളാഹു തആല അതിന്റെ പ്രതിഫലം നമുക്ക് നൽകും. അള്ളാഹു തആല
അള്ളാഹുവിന്റെ റസൂലിന്റെ ഇഷ്ടക്കാരിൽ അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർ റഹ്മാനായ റബ്ബ് എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹുവെ, ഞങ്ങൾക്ക് നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ നീ മാപ്പ് നൽകണം റഹ്മാനെ. അള്ളാഹുവെ, നന്മ ഉൾക്കൊള്ളാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണം റഹ്മാനെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الحمد لله جليل الصفات، أحمده على أن أرسل إلينا رسلا بالبينات، وأشهد أن لا إله إلا الله وحده لا شريك له شهادة تنجينا من الدركات، وأشهد أن سيدنا محمدا عبده ورسوله سيد النفوس القاصدات. صلى الله على رسولك سيدنا محمد، صلى الله وسلم على سيدنا محمد وعلى آله وأصحابه ما دارت الأفلاك الدائرات. أما بعد، فيا أيها الناس، أوصيكم عباد الله وإياي بتقوى الله، وافعلوا ما أمركم الله وانتهوا عما نهاكم الله، وحاسبوا أنفسكم في العشايا والغداوات، فمن حاسب نفسه قبل أن تحاسب نجا من شدة الحساب يوم الحسرات. وما أدراكم ما يوم الحسرات؟ يوم تسكب فيه العبرات وتزلزل أقدام من في الأرض ومن في السماوات، طهروا نفوسكم من الخصائل الخبيثات، ونقوا أبدانكم من السيئات، فطوبى لمن تزود من حياته للممات، وأعدوا لكم ما استطعتم مما يبقى معكم عند السكرات، وهو الأعمال الصالحات، وافعلوا الخيرات تكرموا بالنجاة من الموبقات. ومن اتبع الهوى وآثر الحياة الدنيا وقع في حفرة الضلالات. وأكثروا من ذكر الله والدعاء له، فإنه مجيب الدعوات. واقرأوا القرآن، وهو من أعظم الطاعات، وهو ينجي العبد من المهلكات. اعلموا أنكم مخاطبون بما فرض عليكم عالم الخفيات. قال النبي صلى الله عليه وسلم: كن في الدنيا كأنك غريب أو عابر سبيل، وعد نفسك من أهل القبور. جعلنا الله وإياكم من الفائزين الآمنين، وأدخلنا وإياكم في عباده الصالحين. إن أحسن قصص المؤمنين كلام رب العالمين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يطع الله ورسوله ويخشى الله ويتقه فأولئك هم الفائزون. صدق الله العلي العظيم. بارك الله لنا ولكم بالقرآن العظيم، ونفعنا وإياكم بالآيات والذكر الحكيم، وعصمنا وإياكم برحمته من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. الحمد لله الكريم المعبود،
وأشهد أن لا إله إلا الله الرحيم المحمود وأشهد أن سيدنا محمدا عبده ورسوله أشرف مولود صلى الله وسلم على سيدنا محمد وعلى آله ما سبح ملك في سجود. أما بعد فيا أيها الناس اتقوا الله حق تقاته وبادروا إلى أداء مفترضاته واعلموا أن الله سبحانه وتعالى أمركم بأمر بدأ فيه بنفسه وثنى بملائكته المسبحة بقدسه وأيها بالمؤمنين من بريته. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. اللهم صل وسلم على رسولك سيدنا محمد الذي سبح في يده الحسبى ونبع من بين أصابعه الماء. اللهم ارض عن أشرف الخلفاء الراشدين وأفضل الأمراء المرشدين وهو الإمام الشفيق أفضل البشر بعد الأنبياء على التحقيق أمير المؤمنين أبو بكر الصديق. اللهم ارض عن الإمام المعظم في الأصحاب منور المسجد والمنبر والمحراب أمير المؤمنين عمر بن الخطاب. اللهم ارض عن سيد الأختان حبيب الرحمن جامع القرآن أمير المؤمنين عثمان بن عفان. اللهم ارض عن مظهر العجائب إمام المشارق والمغارب أمير المؤمنين علي بن أبي طالب. اللهم ارض عن عمي نبيك حمزة والعباس وعن بقية أصحاب رسولك أجمعين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. طيب ثرانا وثراهم واجعل الجنة مأوانا ومأواهم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا وأجر والدينا وأساتذنا من النار. اللهم لا تشوي خلقنا بالنار ولا تجعلنا من حطب النار فإنها بئس الدار وبئس المثوى وبئس القرار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. أستغفر الله العظيم لي ولكم. إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. ولذكر الله أكبر والله يعلم ما تصنعون.